3 വട്ടം പിശാച് പാറ്റി അടിച്ചു കൊണ്ടുപോകേണ്ട, ഇനി മരിക്കുകയല്ല നിശ്ചയം. ബുദ്ധിയുള്ളത് ഇങ്ങനെ ചെയ്യും, ബുദ്ധിയില്ലാത്തത് ഊരിക്കൊള്ളുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. നോക്കിയേ, ഇതുവരെ എത്തിച്ചത് ദൈവമാണ്, ഇനി അങ്ങോട്ട് കർത്താവുണ്ട്. വീണില്ല, നിൽക്കുന്ന നിപ്പിൽ കറങ്ങി വീഴുന്ന അനുഭവം യേശുവിന്റെ നാമത്തിൽ. എന്തോ അമ്മയുടെ പേര്? ചാന്റെ സാറ. ചാന്റെ സ്റ്റാലിൻ. സ്റ്റാലിൻ. ഓ, നിങ്ങളാണോ എന്നെ വിളിച്ചിങ്ങോട്ട് വരുവാന്ന് പറഞ്ഞേ? ആ, സ്റ്റാലിൻ. സ്റ്റാലിന്റെ പേരെന്നോട് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. പറഞ്ഞില്ല, ചോദിച്ചില്ല, പറഞ്ഞില്ല. ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. എനിക്കറിയാം, ഞാൻ അതുകൊണ്ടാ പറയാത്തത്. ഈ സ്റ്റാലിൻ കഴിഞ്ഞ് ഈ വി ചേർത്ത ഒരു പേര് കാണും, അച്ഛന്റെ പേര് വറീദ്. യേശുവിന്റെ ഇതൊരു കുരുക്ക, ഇതൊരു കുരുക്ക. മരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞ ആളാ. 3 വട്ടം പിശാച് പാറ്റി അടിച്ചു കൊണ്ടുപോകേണ്ടതാ, ഇനി മരിക്കുകയല്ല നിശ്ചയം. ഒരു മുഴയും ദൈവം സൗഖ്യമാക്കാൻ പോകും. ആർക്കാ? ആർക്ക് മുഴയുണ്ടോ? എവിടെ? അവിടെ തന്നെ. ക്യാൻസർ അല്ല, ക്യാൻസർ അല്ല, ആ പേടി വേണ്ട. യേശുവിന്റെ നാമത്തിൽ ആഴിഞ്ഞു മാറട്ടെ, ആഴിഞ്ഞു മാറട്ടെ, ആഴിഞ്ഞു മാറട്ടെ. സാറ എന്നല്ലാതെ വേറെ പേരുണ്ടോ? അതല്ല, വേറെ വീട്ടിൽ വിളിക്കുന്നുണ്ട് സാറ. അമ്മയുടെ പേര് ഗ്ലോറി. ഗ്ലോറി 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 ഗ്ലോറി. ഗ്ലോറിക്കും ഇത് തന്നെ ഉണ്ടായിരുന്നു. ഗ്ലോറി എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മ. നിങ്ങൾ എവിടെ ഇവിടുന്ന വരുന്നത്? തിരുവനന്തപുരം. തിരുവനന്തപുരമാണോ? ഓക്കെ, ഡൺ. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ ഇത് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ മേൽ വരുന്നു. യേശുവിൻ്റെ രക്തം അത് നിങ്ങളുടെ ചരിത്രത്തെ ഇന്ന് മാറ്റും. ഇനി നിങ്ങൾ വീഴുകയില്ല, ഒട്ടും ഭാരപ്പെടേണ്ട. മൊത്തം പിശാച് അടിച്ച് ഇതാക്കിയതാ. ഡോണ്ട് വറി, കർത്താവ് കൂടെയുണ്ട്. ധൈര്യത്തോടെ പോയിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണാം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നമ്മുടെ റിയൽ പേര് ശോഭ പണിക്കർ. ആ അമ്മച്ചിയുടെ പേരെന്നാണ് പറഞ്ഞത്? എന്റെ ശോഭന. അവിടെ നിൽക്കട്ടെ. ഇരി, ശോഭനാമേങ്ങി വാ. അവിടെ ഇരുന്നു, അവിടെ അങ്ങോട്ട് ഇറങ്ങി. മോന്റെ ആണോ? മോൻ എന്തി? ഗൾഫിലായിരുന്നു 3 മാസം. മോൻ എന്തി? ഇപ്പം വീട്ടിലിരിക്കുന്നു. അവനെ കൊണ്ടുവരാതെ ഇതിൽ ഒന്നും ചെയ്യാൻ ആരാ ഇവിടുന്ന് പറഞ്ഞ ഇത് കൈ വെച്ചേക്ക? ആ സോപ്പിന്റെ പേരുള്ള അമ്മച്ചിയാണോ? സോപ്പിന്റെ പേരുള്ള അമ്മച്ചിയല്ലേ? സോപ്പിന്റെ പേര് പണ്ട് ഞാൻ കുളിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് മനസ്സിലായി. പെന്തക്കോസിലാണോ പോന്നേ? എന്നാ അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. കണ്ടിട്ട് ഒരു IPCയുടെ മണമൊക്കെ അടിക്കുന്നുണ്ട്. എവിടാ പോന്നേ ചോദിച്ചേ? ഒരു IPC കാണുന്നത് ഞാൻ.
AG. ഓ ഭാഗ്യം, അത്രയും വിമർശനമില്ല. 3 വിഷയത്തിന്റെ മേൽ ഇന്ന് മറുപടിയുണ്ട്. ഒരു തരത്തിലും കേറി വരത്തില്ലെന്ന് പറഞ്ഞ വസ്തുവിൽ കെട്ടിയ കെട്ട് ഇന്ന് ദൈവം അഴിക്കും. എല്ലാമുണ്ട്, പക്ഷെ ഒന്നുമില്ല. ശരിയാണോ? തന്നെ ഒന്നുമില്ല. അല്ല, ഞാൻ കള്ളത്തരമല്ലേ പറയുന്നത്? ആണോ? മോൻ എഴുതി കൊടുത്ത അതല്ല എന്റെ ചോദ്യത്തിന് ഉത്തരം വേണം. കിടക്കണം. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയണം. എനിക്കൊന്നുമില്ല. ഞാൻ ചോദിക്കുന്ന, ഞാൻ പറഞ്ഞ കള്ളത്തരമാണോ? അല്ല. ഉറപ്പാണോ? ഇതുവല്ല എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ തമ്മിൽ നേരത്തെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. ആദ്യമായിട്ടാ വരുന്നത്. ശരി, വെയിറ്റ്. ഒരു ലോണുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു സെറ്റിൽമെന്റ് ചെയ്യാൻ പോവാ. ഒന്ന്, ഇങ്ങനെ പോയാൽ ആ വസ്തു പോകും. പോണോ? വേണ്ട, എനിക്ക് കിടക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വന്നത്. അതറിഞ്ഞാ മതി. നെയ്യാറ്റിൻകരയോ? നെയ്യാറ്റിൻകര കാണിച്ചെന്നെ കർത്താവ് എന്നെ കാണിക്കുന്നത്. നെയ്യാറ്റിൻകര അറിയാം? അവിടെ അറിയാം. റിലേ പോയി നിൽക്കുക. നെയ്യാറ്റിൻകര കർത്താവ് എന്നെ കാണിക്കുന്നത്. നെയ്യാറ്റിൻകര വരെ പോകണ്ട. അതിനിപ്പുറം മുട്ടമുക്കോ എന്തോന്ന്? എന്തോന്നാണ് അത്? എന്തോ അത്? ആണോ? അറിയാവോ അത്? നിങ്ങൾ എവിടെ നിന്നാന്നോ? അല്ല, വേറെ ആരുണ്ട്? മൊട്ടമൂട്ടിന്ന് ചന്ദ്രിക കുമാര തുങ്കേ, മുട്ടമൂട്. കർത്താവ് എന്നെ കാണിക്കുന്നൊരു കാഴ്ച. ഒരു മോനേ ഉള്ളോ? ഈ വിജയൻ ഭർത്താവ്. ബിബിൻ പാസ്പോർട്ട് ആരുടെയാ? രണ്ടാമത്തവന്റെ. അവന്റെ പേര് വിജിൻ എന്നാ. ഞാൻ ചോദിച്ച വിപിൻ എന്നാ. മൂത്തത്. ശരി, നിങ്ങളുടെ വീട്ടിലോട്ട് പോവാം. വരട്ടെ? വേണ്ട, പോവാം. ആ വസ്തുവിൽ എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന കാഴ്ച അമ്മച്ചി ഞാൻ അങ്ങ് പറയാം. 1,00,000 രൂപ കൊണ്ട് ആ വീട്ടിൽ കയറിയാൽ ഒന്നും നടക്കുകയില്ല. ഉറപ്പാന്നോ? പറയുമ്പോ ഒരു പ്രശ്നമുണ്ട്. എത്ര കൊണ്ടുവന്നാലും ഞാൻ കയ്യേ ഇതെടുക്കുകയല്ല. ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം പോയി. ഇത്രേ ഉള്ളു. ആകെ മൊത്തം ഉള്ളത് ഇട്ടോണ്ട് പോന്നു. എടുക്കത്തില്ല. മതി, ഒരു കുഴപ്പമില്ല. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അത്. ഞാൻ കണ്ടുപഠിച്ചോ. ബുദ്ധിയുള്ളത് ഇങ്ങനെ ചെയ്യും, ബുദ്ധിയില്ലാത്തത് ഊരിക്കൊണ്ട് നടക്കും. ഒരു ഇൻവെസ്റ്റ്മെന്റ് അത്. ഇൻവെസ്റ്റ്മെന്റ് മനസ്സിലായോ? ഒന്ന് ഞങ്ങൾ ആദ്യം തല്ലു കൊടുക്കണം ഞങ്ങളുടെ അമ്മയ്ക്ക്. ഏതാണ്ട് പാസ്റ്റർ പറഞ്ഞെന്നുള്ള സ്വർണവും കമ്മലും ഒക്കെ ഊരിക്കളഞ്ഞു. പറഞ്ഞിട്ട് അന്നത്തെ വെളിപ്പാട് അങ്ങനെ ആയിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് അതങ്ങ് മാറി. ഇന്ന് സ്വർണം എന്തുവാ? എത്ര കിട്ടിയാലും ആവശ്യത്തിനോ? എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയാലും കുഴപ്പമില്ല. നിങ്ങളങ്ങ് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. എനിക്ക് 2 പെൺമക്കളാണ് വരുന്നത്. കർത്താവിനെ കാണിക്കുന്നു.
ഈ മൊട്ടമൂട് ജംഗ്ഷനിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലേക്ക്. 1 കിലോമീറ്റർ കാണിക്കുന്നു. അമ്മച്ചിക്കറിയാം ഇവരുടെ വീട്? അടുത്തടുത്ത് താമസിക്കും. ബാ, അതും ഇങ്ങി പോരെ. ഏജിന്ന് പുറത്താക്കും. ഫോട്ടോ വീഡിയോ കണ്ട് എന്തോ ചെയ്യും? എന്നാ പിന്നെ അങ്ങനെ പുറത്താക്കും. ഇവിടെ വന്നെന്നും പറഞ്ഞ ഇല്ല. ഇവിടുത്തെ ഭാഷ പേരെന്തുവാ? മധു മധു മധു. മൊത്തം പേര് ജോണി 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 പാസ് ആണോ? കർത്താവിനറിയാം ഇനി എന്തോ ആയി തീരുവോ. സാധാരണ ഇവിടെ വരുന്നവരെ എല്ലാവരും എൻ്റെ മീറ്റിങ്ങിന് എവിടെ വന്നോ അവിടെ അന്നേരം വിലക്കുന്ന പതിവ്. ഇങ്ങോട്ട് പോകരുതെന്നാ പറയുന്നത്. ഇങ്ങോട്ട് പോയാൽ ഞാൻ ഇതെൻ്റെ ചെയ്യുമെന്നാ പറയുന്നത്. പൊന്നച്ഛനെ പോട്ടെ. ഇവിടെ അങ്ങാണ്ട് ഇരുന്നോ ഇല്ലേ? അടുത്തടുത്താണോ വീട്? അടുത്തടുത്താണ്. തൊട്ടടുക്കല. ഒരു 4-5 വീടിനപ്പുറം. ഞാൻ പറയാം. മൊട്ടമൂടി ജംഗ്ഷൻ അല്ലേ? അതെ. കർത്താവിനെ കാണിക്കുന്ന 3 റോഡുകളുള്ള ഒരു ജംഗ്ഷൻ കർത്താവിനെ കാണിക്കുന്നു. തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് 3 റോഡുകളുള്ള ഒരു ജംഗ്ഷനിൽ നിന്നിട്ട് ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ ചെറിയൊരു അമ്പലമാണോ പള്ളിയാണോ ചെറിയ അമ്പലം കാണുന്നു. റോഡിനപ്പുറത്താ കാണുന്നത് ഒരു അമ്പലം, ചെറിയൊരു അമ്പലം കാണിക്കുന്നു. ആല് പോലത്തെ മരമൊക്കെ നിൽക്കുന്നു. അതെ ആണോ? ഓക്കെ. അതിന്റെ എതിർവശത്തുള്ള റോഡിൽ കൂടാണോ നിങ്ങൾക്ക് പോകേണ്ടത്? പുള്ളിക്കാരിക്ക് പോകാം. നിങ്ങൾക്ക് രണ്ടുപേരും ഒരേ റോഡിലാണോ പോകുന്നത്? ഞാൻ ഇച്ചിരി മുമ്പേ മുകളിലോട്ട് കയറും, കുറച്ച് അപ്പുറത്തോട്ട്. ഞാൻ കാണുന്നത് എതിർവശത്തുള്ള റോഡാ കാണുന്നത്. കിഴക്കോട്ട് കിടക്കുന്ന റോഡ്. കിഴക്കോട്ട് കിടക്കുന്ന റോഡ്. കിഴക്കോട്ട് കിടക്കുന്ന റോഡിൽ കൂടെ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവാ. സമ്മതിച്ചോ? ഒരു ശകലം നടപ്പേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഒരു കിലോമീറ്ററും ഇല്ല. ഇത് ഒരു 1/2 കിലോമീറ്ററിനകത്ത് ഒരു 400 മീറ്റർ നടപ്പേ ഉള്ളൂ. ഇത് അത്രേ ഉള്ളൂ. അതിന്റെ അടുത്താണോ നമ്മുടെ വീട്? അതായത് ഈ കേറിയ വഴിയുടെ അപ്പുറത്തൂടെ കിടക്കുന്ന വഴിയാണോ നിങ്ങളുടെ വീട്ടിൽ പോകേണ്ടത്? അപ്പുറത്തൂടെ ഒരു വഴി കാണോ? ഒരു റബ്ബർ തോട്ടം പോലെ നിൽക്കുന്ന ഒരു വഴിയാ കാണിക്കുന്നത്. അതാണോ നിങ്ങളുടെ? അല്ല, അത് ഒരു ഉണ്ട്. ഞാൻ ഉള്ളതിന് അങ്ങ് പറഞ്ഞാ മതി. ഇല്ലെന്ന് പറഞ്ഞാൽ ഓൺലൈനാ, ജനം തെറ്റിദ്ധരിക്കും. മനസ്സിലായോ? റബ്ബറുള്ള റോഡാ കാണുന്നത് അല്ലേ? അത് കാണിച്ചിട്ടൊരു മേളോട്ട് കയറ്റമുള്ള ഒരു കോൺക്രീറ്റ് റോഡ്. ശരിയാണോ? അവിടെ നമ്മൾ പോകേണ്ടത്. നിങ്ങളുടെ അങ്ങോട്ടല്ല, നിങ്ങളുടെ ഈ റോഡിൽ കൂടാ പോകുന്നത്. ചൂടെ ഫ്രണ്ടോട്ട് പോകണം. എന്നെ കർത്താവ് കാണിക്കുന്ന കുറച്ച് മുന്നോട്ട് പോയിട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച. 1, 2, 3, 4, 5, 6 വീട്ടിൽ ഈ മഞ്ഞ പെയിന്റ് അടിച്ച വീടാണോ നിങ്ങളുടെ വീട്? ഒരു ഇളം മഞ്ഞ പോലത്തെ പെയിന്റ് അടിച്ച വീടാണോ? അപ്പം ഒരു മഞ്ഞ പെയിന്റ് അടിച്ച വീട് കാണിക്കുന്നത് ആരുടെയാ? അതിന് കാരണം ഒരു 6 വീടുകളോളം ഞാൻ കാണുന്നു ഇതിൻ്റെ അകത്ത്. എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന വീട്. 3 വീട് അവിടെ വാർത്തതായിട്ട് കാണുന്നുണ്ട്. റോഡിന്റെ പൊക്കത്തിരിക്കുന്ന ഒരു വീട്. അതാണോ നിങ്ങളുടെ വീട്? ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ. 3-ാമത്തെ വീട്. 3-ാമത്തെ വീടിന്റെ കളറ് കണ്ട ആ സാരിയുടെ കളർ പോലൊക്കെ ഇരിക്കും ഏകദേശം കണ്ടാൽ. അത് തന്നെ. ഈ വലത്തോട്ട് കിടക്കുന്ന ചെറിയ വഴിയിലോട്ട് കയറുന്നതാണോ നിങ്ങളുടെ വീട്? അതെ. ഇതിന്റെ ആധാരം ബാങ്കിലാണോ? അതെ. കോപ്പറേറ്റീവ് ബാങ്കിലാണോ? സഹകരണ ബാങ്ക്. അവിടെ കാണിക്കുന്നത് ഈ ആധാരം അവിടെ ഇരിക്കുന്നത്. സർവേ നമ്പർ അറിയാമോ? സർവേ നമ്പർ പറയട്ടെ. സർവേ നമ്പർ തുടങ്ങുന്നത് വേണേ പറയാം. B22 തുടങ്ങുന്നത്. ഓർമ്മയിലുണ്ടോ? ഇല്ല. വീട്ടു നമ്പർ അറിയാവോ? 570.
ചേർത്തൊരു പറയും. എ 5 7 2 കേട്ടോ. 5 7 ഒന്നുകൂടെ നോക്കട്ടെ. എ ബാറ് 5 7 വരെ എനിക്ക് കിട്ടി, ബാക്കി കിട്ടിയില്ല. 1 2 3 മുറി ആണോ? ആണ്. 1 2 3 മുറി കാണിക്കുന്നു. വെളിയിലടിച്ച പെയിന്റ് അല്ല അകത്തടിച്ചിരിക്കുന്നത്. അകത്ത് വെള്ള പെയിന്റ് അടിച്ചേക്കുന്നത്. ശരിയാണോ? ശരി. ശരിയാണ്. വിപിന്റെ മേൽ ബിബിൻ എന്താ ചെയ്യുന്നത്? അവന് മേൽ ദൈവത്തിന്റെ ഒരു കരം ചലിക്കാൻ പോവാ. വിപിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടവൻ. ഒരു പദ്ധതി ചലിക്കും. ദൈവം അവനെ നിലനിർത്തും. ഈ കർത്താവിൽ അവനെ നിലനിർത്തും. തേച്ചു പോരുകയല്ല, നിലനിർത്തും. ഓക്കെ. ഈ ചെറിയ വഴി 1 2 3 സ്റ്റെപ്പ് കയറുന്നതാണോ നിങ്ങളുടെ വീട്ടിലോട്ട്? ആണോ? വീട്ടിലെ പടി 3 സ്റ്റെപ്പ്. ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങളുടെ മുറ്റത്താ നിൽക്കുന്നത്. നിങ്ങളുടെ മുറ്റത്ത് തെറ്റിയൊക്കെ നിൽക്കുന്ന കാണിക്കുന്നത്. തെറ്റി ഉണ്ട്. ഞാനിവിടെ കയറിക്ക വലതുവശത്ത് മൂലക്കായിട്ട് തെറ്റി നിപ്പുണ്ട്. തെറ്റി നിപ്പുണ്ട്. തെറ്റി അറിയാമല്ലോ. തിരുവനന്തപുരത്തും തെറ്റിക്ക് തെറ്റിന്ന് തന്നെയാണോ പറയുന്നത്? ആണോ? ആണോ? വ്യത്യാസം. ചുമന്ന പൂ വരുന്നേ. ഇനി അതിന് വേറെ വല്ല പേര് പറഞ്ഞാൽ ഞാൻ ആകെ കുരുങ്ങും. അതുകൊണ്ടാ. ഈ ഇടതുവശത്ത് കാണുന്നതാണോ കിണർ? ഈ ഇടതുവശത്ത് ഒരു ടാങ്ക് പോലെ ഏതാണ്ടിരിക്കുന്നത്. എന്തോ അത് ഉണ്ട്, കെട്ടിയിട്ടിരിക്കുന്ന പോലെ. അതെന്താ അത്? ടാങ്ക് ആണോ അത്? ആ, ഓക്കെ. സൈഡിൽ ഒരു തെങ്ങ് കർത്താവിനെ കാണിക്കുന്നു. അപ്പുറത്തെ വീടിൻ്റെയാണോ? നമ്മുടെയാണോ? ഒരു സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു തെങ്ങ് കാണിക്കുന്നു. അപ്പുറത്തെയാണോ? അപ്പുറത്തെ വീടിൻ്റെയാ തെങ്ങ് കാണിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ പുറകിലും ഉണ്ട്. അവിടാണോ? പുള്ളി അടക്കിയതാ. കിണറ്റപ്പുറത്തൊരു തെങ്ങ്, ഒരു തൈത്തങ്ങ്. തൈത്തങ്ങ് അവിടാണോ അടക്കിയത്? ഇത്ര 20 സെന്റ് വസ്തുവാണോ ഇത്? ഓ, ഇത് ഇത്രയും വലിപ്പം, ഭയങ്കര വലിപ്പം. ഇത് എന്താ ഇത്? കണ്ടാൽ ഒരുപാട് അല്ല. ഇത് ഞാൻ ഇതിന്റെ പുറകുവശത്തെ വസ്തുവും കൂടാ കൂട്ടിയത്. പക്ഷെ അതാരുടെ? നിങ്ങളുടെയാണോ ഇത്? ഇതെല്ലാം കൂടെ ഒരു കണ്ടാൽ ഒരു 10 15 20 സെന്റിന്റെ പകിട്ടാ കണ്ട. പക്ഷെ ഇതൊരു അങ്ങനെ കിടക്കുക കണക്കൂട്ടാ. പക്ഷെ ഇതൊരു 5 സെന്റിന്റെ കണ്ട അടുത്ത് എത്ര ഉണ്ട്? ഇത് 4 ഉള്ളു. കർത്താവേ, ഇന്ന് ഇതിന്റെ മേൽ കിടക്കുന്ന ശാപത്തെ മാറട്ടെ. UAE-യിലേക്കൊരു സ്റ്റാമ്പ് വിജിൻ UAE-യിലേക്ക് കയറട്ടെ. കർത്താവായ യേശുവിനെ പിടിവിടരുത്. മുറുക്ക പിടിച്ചോണം. അവൻ ആ സകലത്തിന്റെ അടിസ്ഥാനം. കളയരുത്. കർത്താവ് കൂടെ ഉണ്ട്. ബ്ലസ് ചെയ്യുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളുടെ 2ാമത്തെ മകനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്ക് ദൈവം പൊട്ടിക്കും. എങ്ങും ഉറപ്പിക്കത്തില്ലെന്ന് പറയുന്നൊരു കുരുക്ക് അവന് മേൽ കിടക്കും. പക്ഷെ കർത്താവ് അവനെ വളർത്തും. അവനൊരു യാത്രയുണ്ട്. അവനോട് പറയണം, വലിയൊരു കമ്പനി, എൻ്റെ ഈ വയറുകളൊക്കെ ഉള്ളൊരു കമ്പനി ദൈവം അവനെ ഇവിടെ എത്തിക്കും. ഇലക്ട്രീഷ്യൻ പോലത്തെ കമ്പനികളിലൊക്കെ ദൈവം അവനെ എത്തിക്കും. പ്രാർത്ഥിച്ചു. ഈ യേശുവിനെ പിടിവിടരുത്. ആരെ പിടിവിട്ടാലും രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, കൂട്ടായ്മ ആചരിക്കണം. ഇതേ ഉള്ളൂ ഇതിന്
വേറെ മാർഗമൊന്നും. ഓ ആയിക്കോട്ടെ, അത് ഞാൻ സമ്മതിച്ചു. പോരെ, ധൈര്യത്തോടെ പോ, കർത്താവ് കൂടെ ഉണ്ട്, ധൈര്യത്തോടെ പോ. 2 മിറക്കിൾ നടക്കും. ഈ കർത്താവിന് വേണ്ടി ഒത്തിരി വേദനിച്ചതാണ്, ഒരുപാട് ഇറങ്ങിയതാണ്, ഒത്തിരി കഷ്ടത അനുഭവിച്ചു, ഒറ്റപ്പെട്ടു. സാരമില്ല, പോട്ടെ, ഒത്തിരി കഷ്ടപ്പെട്ടു. 3 കുഞ്ഞുങ്ങളാണോ? നോക്കിയേ, ഇതുവരെ എത്തിച്ചത് ദൈവമാണ്. ഇനി അങ്ങോട്ട് കർത്താവുണ്ട്. വീണില്ലല്ലോ, ധൈര്യത്തോടെ പോയില്ലേ? മാറും കേട്ടോ. ഒരു രാജ്യത്തിരിക്കുന്ന ഒരു മകളുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യും. കർത്താവ് കൂടെ ഉണ്ട്. ധൈര്യത്തോടെ പോയി, ധൈര്യത്തോടെ പോയി. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.